വാഴ 2 കുറിച്ചുള്ള ഒരു ഒപ്പീനിയൻ ചെറുതൊന്നുമല്ല, ഒരുപാട് ലേറ്റ് ആയെന്ന് എനിക്കറിയാം. കാരണം നേരത്തെ തന്നെ ഞാൻ പോൾ വഴി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെപ്പറ്റി ഒരു റിവ്യൂ ഒപ്പീനിയൻ വല്ലതും വേണമെന്ന്. അന്ന് തന്നെ വേണമെന്നൊക്കെ പറഞ്ഞു. എങ്കിലും ഞാൻ ലേറ്റ് ആകും ഈ ഒരു വീഡിയോ എന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഇത്ര ലേറ്റ് ആകുമെന്ന് പ്രതീക്ഷിച്ചില്ല. അതിനാദ്യം തന്നെ സോറി പറയുകയാണ്. അതിന് തന്നെ ഈ ഒരു ചിത്രത്തിലോട്ട് വരാം. ഈ ഒരു ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കിടിലം ഒരു ഫസ്റ്റ് ഹാഫ് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു ചിത്രം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കൂടുതലും ഫ്രഷ്നെസ്സോടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന റിയാലിറ്റിയിൽ കാണിക്കുന്ന ഒരു കിടിലം ഒരു മേക്കിംഗ് സ്റ്റൈൽ തന്നെയായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു സിനിമയിൽ നായകനായിട്ടുള്ള ഹാഷിറിൻ്റെ റീലും ഫസ്റ്റ് പാർട്ടിലെ ആ ഒരു പെർഫോമൻസ് ഒക്കെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടത് വെച്ച് എനിക്ക് പുള്ളീനെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ വെച്ച് ഭയങ്കര സംഭവമായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. ബട്ട് ഈ ഒരു സിനിമയിലോട്ട് വന്നപ്പോൾ പുള്ളീനെ വേറെ ഏതോ ഒരു എന്ന് പറഞ്ഞാൽ ഒരു പുതിയ സിനിമയിലോട്ട് കാസ്റ്റ് ചെയ്ത രീതിയിൽ, അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസും ആക്ടിങ്ങും മൈന്യൂട്ടായിട്ടുള്ള ഓരോ റിയാക്ഷൻസും പരിപാടികളും ഒക്കെ തന്നെ വെച്ച് പുള്ളി ഞെട്ടിച്ചു. എനിക്ക് നമ്മൾ ഈ വലിയ വലിയ സ്റ്റാർസിനെയും അല്ലെങ്കിൽ ഭയങ്കര ആക്ടേഴ്സിനെയൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരിപാടിയൊക്കെ തന്നെയുണ്ട്. സ്ക്രീൻ പ്രസൻസും ആ ഒരു സ്വാഗും ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത് അവരുടെ ആ ഒരു സ്റ്റൈലിഷൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഇഷ്ടം തന്നെ തോന്നും. അതെനിക്ക് കുറേ നാൾക്ക് ശേഷം തോന്നിയിട്ടുള്ള ഒരു ആക്ടർ എന്ന് പറയുന്നത് ഹാഷിറാണ്. ഈ വാഴയുടെ ഫസ്റ്റ് പാർട്ടിലും റീലിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു ഹാഷിറുണ്ട്. അതിനെയൊക്കെ മാറ്റി നിർത്തി ഒരു ആക്ടറായിട്ടുള്ള ഹാഷിറിനെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു പടത്തിലാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ടായിരുന്നു. ഹാഷിർ മാത്രമല്ല, അലനായാലും വിനായക ആയാലും അർജുനൊക്കെ ആയാലും ഇവരുടെയൊക്കെ പെർഫോമൻസ് ആണ് ഈ ഒരു ചിത്രത്തിന് ഭയങ്കര ഇത് ഗ്രിപ്പിംഗ് ആയിട്ട് നിൽക്കുന്നത്. അതിലും ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ഉള്ളതുകൊണ്ടാണ് അവരുടെ പെർഫോമൻസും അത്ര എടുത്ത് നിൽക്കുന്നതെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. കൂടുതലും ഈ ഒരു ടൈപ്പ് സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലവരും പറയുന്നൊരു കാര്യമാണ് 200 കോടിയൊക്കെ അടിക്കാനുള്ള പടം ഇതുണ്ടോ എന്ന്. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പേ ഇതേ ഒരു മേക്കിംഗ് സ്റ്റൈലും ഇതേ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പടം എടുത്തു വെച്ച് തോന്നിയിട്ടുള്ളത് തണ്ണീർമത്തൻ ദിനങ്ങളാണ്. തണ്ണീർമത്തന് ശേഷം എനിക്ക് തോന്നുന്നു ഈ ഒരു പടമാണ് വന്നിട്ടുള്ളത് ഈ രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അന്നത്തെ ട്രെൻഡ് വെച്ച് തണ്ണീർമത്തൻ 50 കോടി അടിച്ചു, ഇന്നത്തെ ട്രെൻഡ് വെച്ച് 200 കോടി വാഴ 2 അടിച്ചു. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ രണ്ട് ചിത്രങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും നമുക്ക് ഭയങ്കര സെറ്റപ്പിലൊന്നും അല്ല, നമുക്ക് ഫ്രഷ്നെസ് തരുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള രീതി, നമ്മളെ എവിടുന്നെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നടന്ന അതേ രീതിയിൽ തന്നെ ഒരു ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് എങ്ങനെ ഇരിക്കും ആ രീതിയിലായിരുന്നു എനിക്ക് വാഴ 2 ആയാലും തണ്ണീർമത്തനൊക്കെ കണ്ടപ്പോഴാണ് തോന്നിയിട്ടുള്ളത്. ബട്ട് മോർ റിലേറ്റബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വാഴ 2 തന്നെയായിരുന്നു. പിന്നെ ഈ ഒരു ചിത്രത്തിൽ ഓരോ ക്യാരക്ടേഴ്സിനായാലും പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി, ഓരോ ഇമോഷൻസും ഓരോ സ്ഥലത്തും ബിൽഡ് ചെയ്തിരിക്കുന്നത്, അങ്ങനെ ഈ ഒരു ചിത്രത്തിൽ എടുത്തു പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒരു ചിത്രത്തിൽ ഒരു വാഴ ഫസ്റ്റിൻ്റെ തന്നെ ഡയറക്ടർ വാഴ 2 ചെയ്യാൻ എന്നാണ് ഞാൻ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചൊന്നും നന്നായെന്ന് എനിക്ക് ആദ്യം തോന്നിയിട്ടായിരുന്നു. ബട്ട് പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഒരു സവിൻ സാ എന്ന് പറഞ്ഞ ആ ഒരു ഡയറക്ടർ ചെയ്തുകൊണ്ടൊക്കെ തന്നെയായിരുന്നു ഈ ഒരു ചിത്രം അത്രയും മനോഹരമായെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആദ്യം ഈ ഒരു ചിത്രത്തിന് എനിക്ക് തോന്നുന്നെങ്ങാണ്ട് ഒരു ടൈറ്റിൽ അനൗൺസ് അങ്ങനത്തെ ഒരു പരിപാടി പുറത്തേക്ക് കിട്ടുമായിരുന്നു. കാരണം വാഴ ഫസ്റ്റിൻ്റെ ഒക്കെ വെച്ച് അവൻ ആരാന്നൊക്കെ ചോദിച്ച ഹാഷിർന്ന്. അപ്പോൾ എനിക്ക് ആ ഒരു മേക്കിംഗ് സ്റ്റൈൽ കണ്ടപ്പോൾ എന്തോ തോന്നി. കാരണം എനിക്ക് അന്ന് അറിയില്ലായിരുന്നു, ഞാൻ വിചാരിച്ച ഫസ്റ്റിൻ്റെ ഡയറക്ടർ തന്നെയാണ് സെക്കൻഡ് ചെയ്യുന്നതെന്നാണ്. ബട്ട് ഒരു ഡിഫറൻറ്റ് രീതിയിൽ നമുക്ക് ഭയങ്കര രീതി എക്സൈറ്റ്മെൻറ്റ് അടിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു ഫസ്റ്റ് പാർട്ട് വാഴയുടെ ഫസ്റ്റ് എന്ന തിയേറ്ററിൽ കണ്ടപ്പോൾ ഈ ഒരു സിനിമയുടെ ട്രെയിലറോ പരിപാടികളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. കൂടുതലും ആ ഒരു പോസ്റ്റേഴ്സ് മാത്രം ബേസ് ചെയ്തായിരുന്നു ഞാൻ പോയിട്ടുള്ളത്. അന്ന് എനിക്ക് കിട്ടിയ ഒരു ഫ്രഷ്നെസ്സും ആ ഒരു ഹാപ്പിനെസ്സും ഒക്കെ തന്നെ പിന്നീട് വന്നിട്ടുള്ള ചില സിനിമകളൊക്കെ കിട്ടും. എനിക്കൊന്ന് പടക്കളം അങ്ങനത്തെയുള്ള ചെറിയ സിനിമകളിലേക്ക് കിട്ടിയിട്ടുള്ളായിരുന്നു. ഞാൻ ഹോപ്പ് ഏറ്റവും കുറച്ച് പോകുന്ന സിനിമകളാണ് എനിക്ക് ഭയങ്കര രീതി സാറ്റിസ്ഫൈ ആയിട്ടുള്ളത്. എക്സ്പെഷ്യലി ആ ഒരു ഇൻ്റർവെല്ലിലുള്ള ബേസിലിൻ്റെ എൻട്രി ആയാലും ക്ലൈമാക്സിലുള്ള ആ ഒരു കോർ ഇമോഷൻസ് ഒക്കെ ആയാലും എനിക്ക് ഭയങ്കര രീതി കണക്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് പാർട്ടിലായിരുന്നു. അതിന് ഈ ഫസ്റ്റ് പാർട്ട് അന്ന് തിയേറ്ററിൽ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ എനിക്ക് കാണണം എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് തോന്നുന്നു നുണക്കുഴി എന്ന് പറഞ്ഞ ബേസിലിൻ്റെ പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് പോകാൻ എനിക്ക് കുറച്ച് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഒരു പ്രോമിസിങ് കോംബോ ആയതുകൊണ്ടൊക്കെ തന്നെ. ബട്ട് ഈ ഒരു സിനിമ ഹിറ്റാന്ന് പറഞ്ഞാലും എനിക്ക് ഭയങ്കര പ്രതീക്ഷ ഇല്ലാതെ കയറിയിട്ട് ഭയങ്കര രീതി സാറ്റിസ്ഫൈ ആയ ഒരു പടമായിരുന്നു. അന്ന് ട്രെയിലർ കാണാത്തത് കൊണ്ട് ആ ഒരു ട്രെയിലറിലുള്ള കുറേ മൊമെൻറ്റ്സിലെ കോമഡീസ് ഒന്നും ഞാൻ കാണാത്തത് കൊണ്ടൊക്കെ തന്നെ എനിക്ക് ആ ഒരു സിനിമ കണ്ടപ്പോൾ ഫ്രഷ്നെസ്സിലൊക്കെ എനിക്ക് ഭയങ്കര രീതി വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. അതൊരു പാറ്റേൺ ആയിരുന്നു ഞാൻ ഈ ഒരു വാഴ 2 കണ്ടപ്പോഴും പിടിച്ചിട്ടുള്ളത്. ആ ഒരു ട്രെയിലറോ പരിപാടികളൊന്നും കണ്ടില്ല. ചില സീനൊക്കെ ഒന്ന് സ്പോയിലറായി പോയെങ്കിലും ബട്ട് ആ ഒരു സിനിമ കണ്ടപ്പോൾ ഞാൻ സീനൊന്നും എൻ്റെ മനസ്സിൽ ഭാഗ്യത്തിന് വന്നില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര രീതി തന്നെ ഇഷ്ടപ്പെട്ടു, ഭയങ്കര കണക്റ്റ് ആവുകയും ചെയ്തു. കോർ ഇമോഷൻസ് ഒക്കെ ആയാലും നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിനിമ കാണുമ്പോൾ പലവർക്കും തോന്നുന്ന കാര്യമുണ്ട്. കാരണം ഇതിലെ നായകൻ ഇവനല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഫാസ്റ്റ് കട്ട് പരിപാടികളൊക്കെ ഈ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര രീതി ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു സിനിമയിലെ പാട്ടുകളൊക്കെ ആയാലും ഈ ഒരു ചിത്രത്തിൽ ഓരോരുത്തരുടെ ആക്ടിങ്ങും പരിപാടികളും ഒക്കെ തന്നെ ടോപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, കുറേ നാൾക്ക് ശേഷം ഒരു കിഡിലൻ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ആൾക്കാരെല്ലാം കൂവി വിളിച്ചു അങ്ങനത്തെ പരിപാടിയല്ല. അത് കുറേ ഫെസ്റ്റിവൽ പടത്തിന് കിട്ടുന്ന ഒരു ഐറ്റമാണ്. ബട്ട് നമുക്ക് മനസ്സുകൊണ്ട് സാറ്റിസ്ഫൈ ആകുന്ന സിനിമകളൊക്കെ ഭയങ്കര കുറവാണ്. കാരണം നമ്മളൊരു എക്സ്പെക്റ്റേഷനിലൂടെ പോകും, പക്ഷേ നമ്മൾ ആ സിനിമ വരുമ്പോൾ അതൊരു വേറെ വഴിക്കും പോകും. അങ്ങനെ കുറേ ട്രാക്കും പരിപാടികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ബട്ട് ഈ ഒരു ചിത്രത്തിൽ എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് ഭയങ്കര ഇത് ഇഷ്ടപ്പെട്ടു. കുറേ നാൾക്ക് ശേഷം ഒരു മനോഹരമായ ഒരു സിനിമ കണ്ടെന്നുള്ളൊരു ഫീലൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി എടുത്തു പറയേണ്ട സീനായിട്ട് എനിക്ക് തോന്നുന്നത് ഇവരുടെ ഒരു ക്ലാസ് മുറിയിലെ വിജയ് ബാബു ഒക്കെ ആയിട്ടുള്ളൊരു സീനുണ്ട്. അത് തിയേറ്ററിലെ സീനിലൊക്കെ അമീൻ്റെയൊക്കെ ഒരു അഴിഞ്ഞാട്ടമില്ല, ആ ലെവലായിരുന്നു.
കാരണം അമീനൊക്കെ ഒരു രീതിയിൽ കൗണ്ടർ അടിച്ച് സ്കോർ ചെയ്ത് വരുമ്പോൾ അതിനിടയ്ക്ക് അപ്പുറത്ത് ഹാഷറിൻ്റെ ഒരു സ്കോറിങ്, അങ്ങനെ ഈ ഒരു പടം മൊത്തത്തിലൊരു കിടിലൻ ട്രീറ്റ് എന്നൊക്കെ പറയത്തില്ല, ആ രീതിയിലായിരുന്നു ഈ ഒരു സിനിമ മുഴുവനായിട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു കിടിലൻ എക്സ്പീരിയൻസ്, കുറേ നാൾക്ക് ശേഷം ഒരു മനോഹരമായ ഒരു സിനിമ കാണാൻ പറ്റി. അങ്ങനെ മൊത്തത്തിലൊരു ഫുള്ളി സാറ്റിസ്ഫൈ ആകുന്നൊരു ചിത്രമായിട്ടാണ് വാഴ 2 എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തെ പറ്റിയുള്ള നിങ്ങളുടെ പേഴ്സണലായിട്ട് അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക.